പോലീസ് അതിക്രമങ്ങളുടെ പേരിൽ ഇടതുമുന്നണി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനായി പ്രതിപക്ഷം നിയമസഭയിലും പുറത്തും ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണായകമായ സ്വാധീനം ചെലുത്തിയ 3 സംഭവങ്ങളുടെ ഓർമ്മകളെ മുൻ മുഖ്യമന്ത്രി AK ആന്റണി കഴിഞ്ഞ ദിവസം പുറം തുറന്നുവിട്ടത്. പോലീസ് അതിക്രമത്തിന്റെ പേരിൽ പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു ഭാഗമാണ് AK ആന്റണിയെ പ്രകോപിപ്പിച്ചത്. ശിവഗിരിയിൽ 1995 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ സംഭവിച്ച പോലീസ് ഇടപെടലിനെ കുറിച്ചായിരുന്നു നിയമസഭയിൽ പിണറായി വിജയന്റെ പരാമർശം. പ്രതിപക്ഷം കൊത്താതിരുന്ന ആ ചൂണ്ടയിൽ പക്ഷേ AK ആന്റണി കൊത്തിയെന്ന് മാത്രമല്ല, ആ ചൂണ്ടയും വലിച്ച് പരക്കെ പാഞ്ഞു എന്നതുകൂടിയാണ് കാണേണ്ടത്. 1996ലെയും 2006ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ പരാജയത്തിന് വഴിതെളിച്ചവയെന്ന് വിലയിരുത്തപ്പെട്ട സംഭവങ്ങളായിരുന്നു AK ആന്റണി ലോകത്തോട് വീഴ്ച പറഞ്ഞത്. മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കെ ഈ സംഭവങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്, അതുമല്ലെങ്കിൽ ചർച്ചയാക്കുന്നത് ആർക്കാണ് സഹായകമാകുക, ദോഷകരമാകുക എന്നുള്ളതും പ്രധാന വിഷയമാണ്. ശിവഗിരിയെ കുറിച്ച് മാത്രമല്ല, ചർച്ചയായാൽ UDF പ്രതിക്കൂട്ടിലാകുന്ന സാമുദായിക രാഷ്ട്രീയ വിഷയങ്ങൾ അന്തർലീനമായ മാറാട് കലാപം, മുത്തങ്ങ വെടിവെപ്പ് എന്നീ സംഭവങ്ങൾ കൂടി ആന്റണി പൊതുചർച്ചയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. മാറാട് കലാപം, ശിവഗിരിയിലെ പോലീസ് ഇടപെടൽ എന്നിവ സംബന്ധിച്ച് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളെ കുറിച്ച് വീണ്ടും ചർച്ചകൾ ഉയരാൻ ആന്റണിയുടെ പ്രതികരണം വഴിവെച്ചിട്ടുണ്ട്. വൈകാരികമായി AK ആന്റണി പ്രതികരിച്ചുവെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ പ്രതികരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഒളിച്ചു പിടിച്ചിട്ടുണ്ടോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതുമാണ്. ശിവഗിരിയിലെ പോലീസ് നടപടി സംബന്ധിച്ച ചർച്ച ഉയരുന്നത് സാമുദായിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകളെ കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിതെളിച്ചേക്കാം. ഒരുപക്ഷെ അത് മറ്റു പല ചർച്ചകളിലേക്കും വഴിമാറിയേക്കാം. ബോധപൂർവം അതിനായി ഉപയോഗിക്കപ്പെട്ടേക്കാം. ഇതൊന്നും ചിന്തിക്കാതെ വൈകാരികമായി AK ആന്റണി പ്രതികരിച്ചുവെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ പ്രതികരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഒളിച്ചു പിടിച്ചിട്ടുണ്ടോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതുമാണ്. സന്യാസിമാർ പക്ഷം തിരിഞ്ഞ് ശിവഗിരിയിൽ നടന്ന അധികാര തർക്കങ്ങളുടെ ആ കാലം വീണ്ടും ഓർമ്മിക്കാനോ ചർച്ച ചെയ്യപ്പെടാനോ UDF എന്തായാലും ആഗ്രഹിച്ചേക്കില്ല. LDFനും അത് ചർച്ചയാകാമെന്ന് താല്പര്യം ഉണ്ടാകില്ല. ഗുരുവിനെ ഹിന്ദുത്വ പ്രതിരോധമാക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളുടെ നിഴൽ കൂടി 1990കളിൽ ശിവഗിരിയിൽ ഉയർന്ന അധികാര തർക്കത്തിൽ അന്തർലീനമായിരുന്നു എന്നത് കേരളം ചർച്ച ചെയ്തതാണ്. അതിനാൽ വീണ്ടും ശിവഗിരി ചർച്ചയാകുന്നത് ആരെങ്കിലുമൊക്കെ സുവർണ അവസരമാക്കുമോ എന്ന ആശങ്കയ്ക്ക് ഏതായാലും ഉറപ്പുണ്ട്. ഇതൊന്നും ആന്റണി കാണാതെ പോയതാണോ, അത് രാഷ്ട്രീയ തന്ത്രങ്ങൾ ഏറെ പയറ്റിയ ആന്റണി മറ്റൊന്ന് ലക്ഷ്യം വെക്കുന്നുണ്ടോ? ഇത്തരം രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചും അതിലേറെ UDFനെ സംബന്ധിച്ചും നിർണായകമാണ്. ശിവഗിരി ആശ്രമത്തിലെ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളുടെ തുടർച്ചയായിരുന്നു 1995ലെ പോലീസ് നടപടി. ശിവഗിരി ഭരണസമിതിയിൽ സ്വാധീനമുണ്ടായിരുന്ന ശാശ്വതീകാനന്ദയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരായ കോടതി വിധിയും പിന്നാലെ പുതിയ പ്രസിഡന്റായി പ്രകാശ് ആനന്ദ തെരഞ്ഞെടുക്കപ്പെട്ടതുമാണ് അക്കാലത്ത് ശിവഗിരിയിലെ അന്തരീക്ഷം മോശമാക്കിയത്. ശാശ്വതീകാനന്ദയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ കോടതി പിരിച്ചുവിട്ടതിനെ തുടർന്ന് 1994 ജൂണിൽ പ്രകാശ് ആനന്ദ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ചുമതല ഏറ്റെടുക്കാൻ എതിർവിഭാഗം സമ്മതിച്ചില്ല. പിന്നീട് ആ വർഷം ഡിസംബറിൽ ശാശ്വതീകാനന്ദ വിഭാഗം പ്രത്യേക ജനറൽ ബോഡി യോഗം വിളിക്കുകയും ശാശ്വതീകാനന്ദയെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി ശാശ്വതീകാനന്ദ വിഭാഗത്തോട് മഠത്തിന്റെ സ്വത്തുക്കളും അധികാരവും നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രകാശാനന്ദയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കൈമാറാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം ശാശ്വതീകാനന്ദ വിഭാഗം അംഗീകരിച്ചില്ല. ഇതിനെ തുടർന്ന് 1995 ഓഗസ്റ്റിൽ ഉത്തരവ് നടപ്പിലാക്കാനും അല്ലെങ്കിൽ കോടതി ലക്ഷ്യം നേരിടേണ്ടി വരുമെന്നും ഹൈക്കോടതി സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെയായിരുന്നു ശിവഗിരിയിലെ പോലീസ് നടപടി. ആശ്രമത്തിലെ കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി സന്യാസിമാർക്ക് പോലീസ് നടപടിയിൽ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തതിന് പിന്നാലെ ഇതൊരു രാഷ്ട്രീയ തർക്കമായി വഴിമാറി. EMSഉം അന്ന് CPMഉം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന EK നായനാരും ശക്തമായ ഭാഷയിൽ ശിവഗിരിയിലെ പോലീസ് നടപടിയെ വിമർശിച്ചു. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന K കരുണാകരൻ പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി പോലീസ് നടപടിക്കെതിരെ രംഗത്തെത്തി. ശിവഗിരിയിൽ പോലീസ് നടപടി ഉണ്ടായതിനെ പ്രതിപക്ഷത്തിലായിരുന്ന CPM രൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശിച്ചത്. EMSഉം അന്ന് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന EK നായനാരും ശക്തമായ ഭാഷയിൽ പോലീസ് നടപടിയെ വിമർശിച്ചു.
ശിവഗിരി ആശ്രമത്തിലേക്ക് സർക്കാർ പോലീസിനെ അയക്കരുതായിരുന്നു എന്നും കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സന്യാസിമാരെ മർദ്ദിക്കണമെന്ന് ഒരു കോടതി പറഞ്ഞിട്ടില്ലെന്നും കരുണാകർ ആചരിച്ചു. മുന്നണിക്കുള്ളിലും ആന്റണിക്ക് വിമർശനം നേരിടേണ്ടി വന്നു. ഘടകകക്ഷികളുമായി ആലോചിക്കാതെ പോലീസ് നടപടിക്ക് ഉത്തരവിട്ടതിനെതിരെ മുസ്ലിം ലീഗ് ആന്റണിയെ പ്രതിക്കൂട്ടിൽ നിർത്തി. രാഷ്ട്രീയ ജീവചരിത്രം ശിവഗിരിയിലെ പോലീസ് നടപടി സാമുദായിക ചേരിതിരിവിലും ഉപയോഗിക്കപ്പെട്ടു. ഒരു വശത്ത് മഹദനിയും മറുവശത്ത് BJPയും അണിചേരുന്ന നിലയിലേക്ക് ശിവഗിരി സംഭവത്തിന്റെ മാനങ്ങൾ മാറിയിരുന്നു. പിന്നാക്ക ന്യൂനപക്ഷ വക്താക്കൾ എന്ന നിലയിൽ മഹദനിയുടെ PDPക്ക് സ്വീകാര്യത ലഭിക്കുന്ന കാലത്ത് നടന്ന ശിവഗിരി സംഭവത്തിൽ PDP ഒരു പക്ഷത്തിനൊപ്പം ചേർന്ന് നിലപാടെടുത്തു. പോലീസിനെതിരായ സംഘർഷത്തിൽ പോലും PDP പ്രവർത്തകർ നേരിട്ട് പങ്കാളികളായി. രണ്ട് പക്ഷമായി നിന്ന് പോരടിക്കുന്ന സന്യാസിമാർക്ക് ഇടയിലേക്ക് പുറത്തുള്ളവരെ ക്ഷണിച്ചുവെന്നായിരുന്നു BJPയുടെ ആക്ഷേപം. ഇത് ചൂണ്ടിക്കാണിച്ച് ശാശ്വതീകാനന്ദ വിഭാഗത്തിനെതിരെ RSSും BJPയും നിലപാടെടുത്തു. തന്റെ എതിരാളികൾക്ക് RSSന്റെ പിന്തുണയുണ്ടെന്ന ശാശ്വതീകാനന്ദയുടെ ആരോപണത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരം വിഷയങ്ങൾ കൂടി ഉരുത്തിരിഞ്ഞത്. നേരത്തെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കർസീവ അരുവിപ്പുറത്തു നിന്ന് തുടങ്ങാനുള്ള VHP നീക്കത്തെ തടയിട്ടത് ശാശ്വതീകാനന്ദയായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ശിവഗിരി പിടിച്ചെടുക്കാൻ സംഘപരിവാരത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്നാണ് പിന്നീട് ശാശ്വതീകാനന്ദ പ്രതികരിച്ചത്. തന്റെ എതിരാളികൾക്ക് RSSന്റെ പിന്തുണയുണ്ടെന്ന ശാശ്വതീകാനന്ദയുടെ ആരോപണത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരം വിഷയങ്ങൾ കൂടി ഉരുത്തിരിഞ്ഞതെന്ന് അന്ന് വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കേരളത്തിലെ ഹൈന്ദവ വർഗീയവാദത്തിന് ശിവഗിരി തടസ്സമാക്കുമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നുവെന്നും ശാശ്വതീകാനന്ദ പ്രതികരിച്ചിരുന്നു. ഈ നിലയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമുദായിക ഇടങ്ങളിൽ നിരവധി അനുരണനങ്ങൾ ശിവഗിരി സംഭവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടേക്കാണ് AK ആന്റണി വീണ്ടും ചർച്ചകളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനായി അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങളിലും വസ്തുതാപരമായ ചില വീഴ്ചകളുണ്ട്. ശിവഗിരിയിലെ പോലീസ് നടപടി, മാറാട് കലാപം എന്നിവ സംബന്ധിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും മുത്തങ്ങ വെടിവെപ്പ് സംബന്ധിച്ച CBI അന്വേഷണ റിപ്പോർട്ടും പുറത്തുവിടണമെന്നായിരുന്നു ആന്റണിയുടെ ആവശ്യം. ശിവഗിരിയിലെ പോലീസ് അതിക്രമം സംബന്ധിച്ച് ജസ്റ്റിസ് V ഭാസ്കരൻ നമ്പ്യാരുടെ അന്വേഷണ റിപ്പോർട്ടും മാറാട് കലാപം സംബന്ധിച്ച ജസ്റ്റിസ് തോമസ് P ജോസഫിന്റെ അന്വേഷണ റിപ്പോർട്ടും കേരള നിയമസഭയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മുത്തങ്ങ വെടിവെപ്പ് സംബന്ധിച്ച CBIയുടെ അന്വേഷണ റിപ്പോർട്ട് ഇതിനകം ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് AK ആന്റണിയുടെ നിലപാട്. ഒരുപക്ഷെ UDFന് ഇത് ബൂമറാങ്ങായി മാറിയേക്കാം. ശിവഗിരിയിലെ പോലീസ് നടപടിയെ ജസ്റ്റിസ് V ഭാസ്കരൻ നമ്പ്യാരുടെ അന്വേഷണ റിപ്പോർട്ട് ന്യായീകരിച്ചിട്ടുണ്ടെന്ന വാദത്തിന് വേണമെങ്കിൽ പറയാം. എന്നാൽ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിച്ച അന്നത്തെ സർക്കാർ വിഷയം കൃത്യമായി പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന ശക്തമായ വിമർശനവും റിപ്പോർട്ടിലുണ്ട്. ശിവഗിരിയിലെ പോലീസ് നടപടിയിലേക്ക് നയിച്ചത് വിഷയം പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടത് മൂലമെന്ന് ഈ പരാമർശം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റിപ്പോർട്ടുകൾ വീണ്ടും നിലവിലെ സാഹചര്യത്തിൽ ചർച്ചയാകുമ്പോൾ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ ഗുണകരമാകില്ല എന്ന് തന്നെ വിലയിരുത്തണം. മാറാട് കലാപവും AK ആന്റണിയുടെ പ്രതികരണത്തോടെ ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. മാറാട് കൂട്ടപ്പറയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും ഉയരുന്നത് UDF സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് എത്രമാത്രം സ്വീകാര്യമായിരിക്കും എന്നതും പ്രധാനമാണ്. കലാപത്തെ സംബന്ധിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് തോമസ് P ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തലുകൾക്കും കമ്മീഷന്റെ ശുപാർശയും മുസ്ലിം ലീഗിന് എത്രമാത്രം സ്വീകാര്യമാകുമെന്ന് വീണ്ടും ചർച്ചകൾ ഉയർന്നു വന്നേക്കാം. പ്രവർത്തകർ ഗൂഢാലോചനയിലും കൂട്ടക്കൊലയിലും പങ്കാളികളാണ് എന്ന കമ്മീഷന്റെ അവസാന ഭാഗത്തെ പരാമർശങ്ങൾ ആന്റണിയുടെ പ്രതികരണത്തോടെ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടേക്കാം. മുസ്ലിം ലീഗ് നേതാവ് MC മൈൻ ഹാജിയുടെ പേര് ജസ്റ്റിസ് തോമസ് P ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ വിവാദമായിരുന്നു. CBI, സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ വിജിലൻസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു മൾട്ടി ഏജൻസി ഗൂഢാലോചനയ്ക്കും കൂട്ടക്കൊലയ്ക്കും പിന്നിൽ മറ്റു ശക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട്. മാറാട് കലാപത്തെ തുടർന്നുള്ള സാഹചര്യത്തെ സാമുദായിക വിഭജനം ലക്ഷ്യമിട്ട് ഉപയോഗിച്ചവർ ഇത്തരം വിഷയങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നതും ഗൗരവമുള്ള വിഷയമാണ്. അതിനാൽ തന്നെ വീണ്ടും മാറാട് കൂട്ടക്കൊലയെ വീണ്ടും പൊതുചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ആന്റണിയുടെ ഇടപെടൽ UDFന് ഗുണകരമാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കേരളത്തെ രാഷ്ട്രീയ ഭൂമികയിൽ ആദിവാസി ഭൂമി പ്രശ്നം മുഖ്യധാരാ വിഷയമായി ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിർബന്ധമാക്കിയ സമരമായിരുന്നു മുത്തങ്ങയിലെ ഭൂസമരവും ആദിവാസികൾക്ക് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പും. സ്വന്തം നിരപരാധിത്വം തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിലും മുത്തങ്ങ വിഷയം AK ആന്റണി വീണ്ടും ഉയർത്തിയതോടെ
ചർച്ചയിലേക്ക് വരുന്നത് പോലീസ് അതിക്രമവും ആദിവാസി ഭൂമി പ്രശ്നവും തന്നെയാണ്. CBI റിപ്പോർട്ടിൽ പോലീസ് നടപടി ന്യായീകരിക്കപ്പെടുന്നുണ്ട് എന്നതായിരിക്കാം വിഷയം വീണ്ടും ഉയർത്താൻ ആന്റണിയെ പ്രേരിപ്പിച്ചിരിക്കുക. എന്നാൽ വിഷയം കൈകാര്യം ചെയ്തതിൽ തെറ്റുപറ്റിയെന്ന നിലവിലുള്ള ആന്റണിയുടെ പ്രതികരണവും അതിന് പിന്നാലെ CK ജാനുവും M ഗീതാനന്ദനും സ്വീകരിച്ച നിലപാടും മുത്തങ്ങ സംഭവത്തിന് ശേഷം UDFിനെ ശക്തമായി നേരിടേണ്ടി വന്ന ചോദ്യങ്ങളെയാണ് വീണ്ടും മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹൈക്കോടതി CBI റിപ്പോർട്ട് നൽകിയിരുന്നത് പോലും പരിഗണിക്കാതെ ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന നിലയിൽ ആന്റണി ഉയർത്തിയ ആവശ്യവും UDFിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഗുണകരമാകില്ല എന്നുള്ള കാര്യം വളരെ തീർച്ചയാണ്.